കൂടി നോബിൾ മാരിക്കാരനിലേക്കും റോഷിബാലിലേക്കും പോവുകയാണ്. ആദ്യം നോബിളിലേക്ക്. നോബിൾ, ഇന്ന് വന്ന നേതാക്കളിൽ 10-8 പേരും KC അനുകൂലിക്കുന്നു. അതായത് 10-8 മാർക്ക് KCക്കെങ്കിൽ KC ആയിരിക്കുമോ എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ മെറിറ്റിലായിരിക്കണം. മധു, ഇന്നെത്തിയ ഭൂരിഭാഗം നേതാക്കൾ 10-8 പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന നേതാക്കളാണ്. അവർ അക്കാര്യം കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്തുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടും അവർ അവരുടെ നിലപാട് പങ്കുവച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ നിലപാട് സ്വാഭാവികമായും VD സതീശന് എതിരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്ത് ഉണ്ടായ പ്രതിഷേധങ്ങൾ എല്ലാം അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അതൊരു പൊതുജനകീയ പ്രതിഷേധങ്ങളായിരുന്നില്ല എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി എവിടെയെന്നായിരുന്നു ചോദ്യം. ഹൈക്കമാൻഡ് ഉടൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെ സ്വിച്ചിട്ട പോലെ ഈ പ്രതിഷേധങ്ങൾ എല്ലാം നിൽക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഒരു ജനകീയ പ്രതിഷേധവും അത്തരത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞാൽ അങ്ങനെ സ്വിച്ചിട്ട പോലെ നിൽക്കില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഒരു ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ കൃത്യമായി ഉണ്ടാക്കിയതാണ് എന്നാണ് നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പക്കൽ പ്രത്യേകിച്ച് ചില ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ പക്കലുമുണ്ട്. അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി സാഹചര്യം രാഹുലിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മലബാർ മേഖലയിലൊക്കെ VD സതീശനെ അനുകൂലിച്ച് വലിയ തരംഗം ഉണ്ടായിട്ടുണ്ട്. ആ തരംഗമൊക്കെ പരിഗണിച്ച് ജനകീയ മുഖമാണ്, അതോടൊപ്പം ജനപിന്തുണയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം ഒരു തീരുമാനം എന്താണ് പ്രിയങ്കയും ആവശ്യപ്പെടുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധിക്കാണ് ഇനിയിപ്പോൾ ഇക്കാര്യത്തിലൊരു VD സതീശന് എതിരായ ഒരു പക്ഷേ KC വേണുഗോപാലിനെ പരിഗണിച്ചുകൊണ്ട് തീരുമാനം വന്നു കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന ഭീഷണി, അത്തരത്തിലുള്ള ആശങ്ക പ്രിയങ്ക ക്യാമ്പിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ ജനകീയ വിഷയങ്ങൾ, ജനകീയ പിന്തുണ അടക്കം പരിഗണിച്ച് വേണം തീരുമാനം എന്താണ് പ്രിയങ്കയുടെ ഒരു പക്ഷം. സോണിയാഗാന്ധി സമാന നിലപാട് പങ്കുവയ്ക്കുന്നു. AK ആന്റണിയുമായും നേതാക്കൾ സംസാരിക്കും, ഫോണിൽ സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ് AK ആന്റണി. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇതിൽ ആർക്കൊപ്പമാണ് എന്തൊക്കെ വലിയ തരത്തിൽ ചർച്ചയിലേക്കും അതോടൊപ്പം തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം വിലയിരുത്തുന്നത്. എന്താണെങ്കിലും വിശദമായ ചർച്ചകൾക്കൊടുവിൽ മാത്രമാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ KC വേണുഗോപാലിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ നൽകാൻ കാരണം ഇപ്പോഴും ഈ പറഞ്ഞ നേതാക്കളെ അടക്കം വീണ്ടും ഇങ്ങോട്ട് വിളിപ്പിച്ചുകൊണ്ടൊരു സമവായം ഉണ്ടാക്കാൻ നീക്കം ശ്രമിക്കുമ്പോൾ സ്വാഭാവികം KC വേണുഗോപാൽ തന്നെ മുൻഗണന ചർച്ചയിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. MLA-മാരുടെ പിന്തുണ, MP-മാരുടെ പിന്തുണ, ഒപ്പം ഇന്നത്തെ നേതാക്കളിൽ 10-8 പേരും ആ പിന്തുണ KC വേണുഗോപാൽ നൽകുമ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തെ നേതാക്കളുടെയും ഒപ്പം പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ പിന്തുണ KCക്കാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക എന്ന് കൂടിയുണ്ട്. എന്തായാലും തീരുമാനം അടിച്ചേൽപ്പിക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ആ തീരുമാനം ആർക്ക് അനുകൂലമായിരിക്കും എന്നതാണ് ഇപ്പോഴും വ്യക്തതയായി തെളിഞ്ഞു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിബാൽ, ഇന്ന് വൈകുന്നേരം ഒരു 7:30 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന സൂചന. വൃത്തം നീളത്തിലാണോ വട്ടത്തിലാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം. കാരണം ഒരുപാട് വാർത്തകളാണ്. എല്ലാ സമ്മർദ്ദ ശക്തികളും താല്പര്യ ശക്തികളും എല്ലാവരും അവർക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കണം? മാധു, ആദ്യം നേതാക്കളെയൊക്കെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം ഇതോടെ ചർച്ചകൾ പൂർത്തിയായി, ഇനി പ്രഖ്യാപനം മാത്രമാണെന്ന്. പക്ഷേ ഒടുവിൽ ചർച്ചകൾ തുടരുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് 10 നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കമാൻഡിന്റെ മനസ്സെന്താണെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ നിലവിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രിയോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പോലും പറഞ്ഞത് അങ്ങനെയാണ്. ഇന്ന് വെളുത്ത പുക ഉയരും. വെളുത്ത പുക ഉയരുമ്പോൾ ആരുടെ കറുത്ത പുകയാണ് ഉയരുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും നേതാക്കളൊക്കെ ആത്മവിശ്വാസത്തോടെ ആഘോഷത്തിന് തയ്യാറെടുത്ത് ഇരിക്കുന്നു. പലരുടെയും നെഞ്ചിടിപ്പിന്റെ വേഗത വർദ്ധിക്കുന്നുമുണ്ട്. ഇന്ന് പ്രഖ്യാപനം ഉറപ്പെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. കാരണം അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. കാരണം ഏറെ വൈകിപ്പോയി, ഒരാഴ്ചയും പിന്നിട്ടു. ഇനി വലിയ പ്രതിസന്ധികളുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ പൂർത്തിയാക്കണം. വലിയ വിമർശനം ദേശീയ തലത്തിൽ പോലും BJP ഇത് രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അവരുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നു എന്നാണ് ദേശീയ തലത്തിൽ എക്സിലൊക്കെ BJPയുടെ ദേശീയ നേതാക്കളൊക്കെ കുറിച്ചു തുടങ്ങി. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട പ്രചാരണത്തിന് മറ്റും ചില കൂടിക്കാഴ്ചകളും ഇനി ഒരു അവസാന നിമിഷ അഭിപ്രായം തേടലും ഒക്കെ ബാക്കിയുണ്ടോ? ഈ 10ലും നിൽക്കില്ലേ? മാധു, അതിനൊക്കെ സാധ്യതയുണ്ട്. AK ആന്റണിയൊക്കെ നേരത്തെ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു അന്തിമ അഭിപ്രായം തേടുമ്പോൾ AK ആന്റണിയെ കൂടി വിളിക്കും. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണി വരെയൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രന് ഫോൺ കോൾ വന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് ഫോൺ കോൾ വരുമെന്ന നിർദ്ദേശം കൃത്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയിരുന്നു. അടൂർ പ്രകാശും അങ്ങനെ നൽകിയിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമുക്കറിയാം നെഹ്റു കുടുംബവുമായി ഏറ്റവും ആത്മബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. കാരണം രാജീവ് ഗാന്ധിക്കൊപ്പം ഏറെക്കാലം യാത്രയടക്കം ചെയ്യുകയും അങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ്. ദേശീയ തലത്തിൽ
ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. സമാനമായാണ് AK ആന്റണിയും നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തൻ കൂടിയാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാമുഖ്യവും പരിഗണനയും ലഭിക്കും. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പാക്കേജ് ആണെങ്കിൽ, സമവായ പാക്കേജ് ആണെങ്കിൽ പോലും അത് AK ആന്റണിയുടെയും ഒപ്പം മുല്ലപ്പള്ളിയുടെയൊക്കെ അഭിപ്രായം ഒരിക്കൽ കൂടി ആരായാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നാൽ പോലും ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉള്ളത്. യെസ്, അപ്പോൾ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? ചിലയിടങ്ങളിൽ പ്രതിഷേധം, ചിലയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം, ചിലയിടങ്ങളിൽ ശക്തി പ്രകടനം, അങ്ങനെ ഒരു ബഹളമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല.